ബീൻസും ക്യാരറ്റും കൂടെ ഒരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ബീൻസും ക്യാരറ്റും ഇവിടെ കുറച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ കടുക്, കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സവാള അരിഞ്ഞത് ചേർക്കാം. കടുക് ഇവിടെ പൊട്ടി കഴിഞ്ഞു. അപ്പോൾ ഇനി സവാള ചേർക്കാം. ഇത് ഇടത്തരം സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. സവാള ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണം. സവാള ഒന്ന് ബ്രൗൺ നിറാവട്ടെ. നമ്മുടെ സവാള ഇവിടെ നല്ല ബ്രൗൺ നിറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഒരു പിടി തേങ്ങാ ചുരുണ്ടിയത്. കൂടെ ചേർക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസും ക്യാരറ്റും കൂടെ ചേർക്കാം. ഇനി നമുക്കിത് നല്ലവണ്ണം പുലർത്തിയെടുക്കാം. നമ്മുടെ ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.